വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കി തമിഴ്നാട് നിയമസഭ. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. നിയമ ഭേദഗതി മുസ്ലിം വികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. എന്നാൽ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രമാണിതെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ വിമർശിച്ചു. കേരളത്തിനും കർണാടകയ്ക്കും പിറകെയാണ് തമിഴ്നാട് സർക്കാരും നിയമസഭയിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയത്. വഖഫ് ബിൽ മതസ്വാതന്ത്ര്യത്തിനെതിരാണെന്നും മുസ്ലിം വികാരം വ്രണപ്പെടുത്തുമെന്നും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. இஸ்லாமிய மக்களை வஞ்சிக்கும் சட்டத்திற்கு எதிரான நமது எதிர்ப்பை பதிவு செய்ய வேண்டியது அவசியம் என்று நான் கருதுகிறேன். சிறுபான்மையின மக்களுக்கு எதிரான மத சுதந்திரத்தை நிராகரிக்கும் அரசியலமைப்பு சட்டத்துக்கு விரோதமான வக்ஃப் நோக்கத்துக்கு எதிரான நீதிமன்ற தீர்ப்புகளுக்கு முரணான குழப்பமான தேவையற்ற பல்வேறு பிரிவுகள் வக்ஃப் சட்ட திருத்தத்தில் இருக்கின்றன. இந்த திருத்த சட்டமானது வக்ஃப் அமைப்பையே காலப்போக்கில் செயல்பட விடாமல் முடக்கிவிடும். எனவே நாம் இதனை எதிர்க்க வேண்டியவர்களாக இருக்கிறோம். വനതി ശ്രീനിവാസൻ ഉൾപ്പെടെ BJP MLA-മാർ പ്രമേയത്തെ എതിർത്തു. തുടർച്ചയായി ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും മുസ്ലിം പ്രീണനത്തിലൂടെയും വോട്ട് ബാങ്ക് സംരക്ഷിക്കാനുള്ള വർഗീയ നിലപാടാണ് DMK സർക്കാരിന്റേതെന്ന് BJP കുറ്റപ്പെടുത്തി. ചില മതസംഘടനകളും പ്രതിപക്ഷവും ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രം രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ പറഞ്ഞു. इस तरीके का माहौल बनाना मतलब सोची समझी रणनीति के तहत विपक्ष के कई सांसद, कई नेता, कई दल ऐसे हैं जो ये माहौल बनाना चाह रहे हैं कि ये वक्फ संशोधन बिल जो है ये मुसलमानों के खिलाफ है. मेरी समझ के परे है कि इस तरीके से मुसलमानों के बीच में आप अपनी राजनीतिक रोटियां सेकने की सोच से, और कौन कौन से दल नहीं है, कांग्रेस जैसी पार्टियां, राजद जैसी पार्टियां, सपा जैसी पार्टियां, सच्चर कमेटी की रिपोर्ट 2006 में आई थी मुसलमानों के हालातों को बताती हुई. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കുന്ന നിയമങ്ങൾ സംസ്ഥാന നിയമസഭയിൽ പ്രമേയം പാസാക്കി തടയാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് ബില്ലിനും മതസ്വാതന്ത്ര്യത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും വഖഫ് ബോർഡ് മതസ്ഥാപനമല്ലെന്നും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ പറഞ്ഞിരുന്നു. ജനം, ഡൽഹി.